بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 90 അൽ-കഹ്ഫ് മറിയം സൂറത്തിൽ നിന്നുള്ള 81-ാമത്തെ ആയത്ത് മുതൽ എടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലിയകൂനൂ ലഹും ഇസ്സാ കല്ലാ സയക്ഫുറൂന ബിഇബാദതിഹിം വയകൂനൂന അലൈഹിം ളിദ്ദാ. അലം തറ അന്നാ അർസൽന ശയാത്തീന അലൽ കാഫിരീന തഉസ്സുഹും അസ്സാ. 81 മുതൽ 83-ാമത്തെ ആയത്ത് ആണ് ഇത് ഓതി വെച്ചത്. വത്തഖദൂ മിൻ ദൂനില്ലാഹി, അവര് സ്വീകരിച്ചു അള്ളാഹുവിനെ കൂടാതെ. വത്തഖദൂ, അവര് സ്വീകരിച്ചു മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ, ഇലാഹുകളെ, ദൈവങ്ങളെ. ലിയകൂനു, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? ലിയകൂനു, അവരാവാൻ വേണ്ടി, ആ ദൈവങ്ങളാവാൻ വേണ്ടി, ലഹും, ഇവർക്ക്, ഈ ദൈവങ്ങളെ സ്വീകരിച്ചവർക്ക്, ഇസ്സൻ, ശക്തി പകരുന്നവരാവാൻ വേണ്ടി, ഒരു സ്ഥാനമാനങ്ങൾ ലഭ്യമാവും ഇവർക്ക് ഈ അസ്നാമിനെ ആരാധിക്കുമ്പോൾ. അതാണ് അവരുടെ നോട്ടം. വത്തഖദൽ മുശ്രിക്കൂന, മുശ്രിക്കീങ്ങള് അസ്നാമിനെ ആലിഹത്താക്കി, അതിനെ അവർ ആരാധിക്കുക. യകൂനൂന വത്തഖദൽ മുശ്രിക്കൂന അസ്നാമൻ അബദൂഹാ മിൻ ദൂനില്ലാഹ് ലിയനാലൂ ബിഹൽ ഇസ്സു വശറഫ്. അത് കാരണം അവർക്ക് സ്ഥാനമാനങ്ങളും ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരാനും കഴിയും എന്നുള്ള ചിന്താഗതിയിൽ വിഗ്രഹങ്ങൾക്ക് അവർ ആരാധിക്കാൻ തുടങ്ങി. അതാണ് അള്ളാഹുവിനെ കൂടാതെ ആലിഹത്തിനെ അവരാക്കി. ഈ ആലിഹത്ത് മുഖേന അവർക്ക് ഉന്നതമായ സ്ഥാനം കിട്ടും, അവർക്ക് ശക്തി പകരും എന്നൊക്കെ അവര് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ വിഗ്രഹത്തിന് ആരാധന തുടങ്ങിയത്. കല്ല, എന്നാൽ അങ്ങനെ ധരിക്കണ്ട കേട്ടോ. കാര്യം ആ നിലക്കല്ല. സയക്ഫുറൂന, പിറകെ ഇവര് നിഷേധിക്കും. ആര്? ഈ വിഗ്രഹങ്ങള്. ബിഇബാദത്തിഹിം, ഇവര് അവർക്ക് ആരാധിച്ചു എന്നതിനെ നിഷേധിക്കും. നിങ്ങളെ ഞങ്ങൾക്ക് ആരാധിച്ചിട്ടൊന്നുമില്ല എന്നവര് ഖിയാമത്ത് നാളില് ഇവരെ തള്ളിപ്പറയും. അങ്ങനെ ഉണ്ടാവും. യകൂനൂന, ഇവരാവും ചെയ്യും, അലൈഹിം, അവർക്ക്, ളിദ്ദ, എതിരാവും ചെയ്യും. അപ്പൊ എതിർത്തുകൊണ്ട് ഇവരെ സംസാരിക്കും. ഈ ആരാധിച്ച ആളുകള് ആരാധിക്കപ്പെട്ട വസ്തുക്കളെ മുഖേന അവർക്ക് സ്ഥാനം കിട്ടും എന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊക്കെ ചെയ്തത്. അവര് ഇവരെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടം വരും. എതിരായിട്ടാണ് സംസാരിക്കുക. ലൈസൽ അംറു കമാ ളന്നു വതവഹമു, കാര്യം അവര് ചിന്തിച്ച പോലെ, അവർക്ക് തോന്നിയതുപോലെ അല്ല എന്നാര് പറയുന്നു? അല്ലാഹു തആല പറയാണ്. ആരെപ്പറ്റി? ഇവര് ഈ മുശ്രിക്കീങ്ങളെ ധരിച്ചു വെച്ചതുപോലെയല്ല കാര്യങ്ങള്. മുശ്രിക്കീങ്ങൾക്ക് ഒരു അന്തസ് കൊടുക്കും, സ്ഥാനം കൊടുക്കും എന്നൊക്കെ വെച്ചിട്ടാണ് ഈ ഇലാഹുകളാക്കിയിട്ട് അസ്നാമിനെ, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യം. സയക്ഫുറൂന ബിഇബാദത്തിഹിം, ഇവർക്ക്, ഈ മുശ്രിക്കീങ്ങളെ ഇവർക്ക് ആരാധിച്ചു എന്ന് പറയുന്നതിന് അവര് നിഷേധിക്കും. വിഗ്രഹങ്ങള് ഇവര് ഞങ്ങൾക്ക് ഇബാദത്ത് എടുത്തിട്ടൊന്നും ഇല്ല എന്നുള്ളത് അവര് പറയും. മാത്രമല്ല, ഇവര് അവർക്ക് ശത്രുക്കളായി രൂപപ്പെടും ഖിയാമത്ത് നാളിൽ. ഈ ആരാധ്യ വസ്തുക്കളുണ്ടല്ലോ, അത് ഇവർക്ക് ശത്രുക്കളായി മാറും. ഇവർക്ക് ഇജ്ജത്ത് കിട്ടാൻ വേണ്ടിയിട്ടും മാന്യത കൈവരാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു അവരുടെ ധാരണ.
അതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് അവർക്ക് എതിരാവുകയും ഇവർക്ക് ശത്രുക്കളായിട്ട് രൂപാന്തരപ്പെടും ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ എന്നാണ് 82-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. 83-ാമത്തെ ആയത്തിൽ അലം തറ അന്നാ അർസൽന ശയാത്തീന അലൽ കാഫിരീന തഹുസ്സുഹും അസ്സാ. അലം തറ, നബിയെ നിങ്ങൾ കണ്ടില്ലേ? നബിയെ വിളിച്ചു പറയാം, അലം തറ യാ മുഹമ്മദ്, പ്രവാചകരെ നിങ്ങൾ കണ്ടില്ലേ? അന്നാ അർസൽന ശയാത്തീന, അന്നാ തീർച്ചയായും നമ്മൾ, അർസൽന നമ്മൾ അഴിച്ചുവിട്ടിരിക്കുന്നു, അശയാത്തീന പിശാചുക്കളെ, അലൽ കാഫിരീന കാഫിരീങ്ങളുടെ മേൽ, കാഫിരീങ്ങളുടെ മേൽ, കാഫിരീങ്ങളെ ഇളക്കിവിടാൻ വേണ്ടി, അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് തിന്മകൾ ചെയ്യാൻ വേണ്ടി, തഉസ്സുഹും അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ, ശക്തിയായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ, അന്നാ അർസൽന നമ്മൾ അയച്ചു, തീർച്ചയായും നമ്മൾ അയച്ചു, അശയാത്തീന പിശാചുക്കളെ, അലൽ കാഫിരീന കാഫിരീങ്ങളുടെ മേൽ, തഉസ്സുഹും ഇവരെ അവർ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ, ശക്തിയായി പ്രേരിപ്പിക്കുക, തിന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ആര്? പിശാചുക്കള് ഈ മുശ്രിക്കുകളെ തിന്മ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അലം തറ യാ മുഹമ്മദ് അന്നാ അർസൽന ശയാത്തീന അലൽ കാഫിരീന യുഗ്രീഹിം ഇഗ്റാഅൻ ബിശ്ശർരി, തിന്മ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുക. ആര്? പിശാചുക്കള്. തുഹിസ്സുഹും വതുഹയ്യിജുഹും ലഹാ ബിൽ വസാവിസ് വത്തസ്വീലാത്ത്, ദുർബോധനങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ തെറ്റായ ചിന്താഗതികൾ വെച്ച് പുലർത്താനും തെറ്റുകളെ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മുശ്രിക്കുകൾക്ക് ഈ പിശാചുക്കള് തോന്നിപ്പിക്കുക, ദുർബോധനങ്ങൾ ഉണ്ടാക്കുക, പിന്നെ തെറ്റ് ചെയ്യാൻ പ്രേരണ നൽകുക. ആ നിലയിലാണ് ശൈത്താന്മാരെ ഇവർക്ക് എതിരായിക്കൊണ്ട് നാം അയച്ചുവിട്ടിട്ടുള്ളത്. അലം തറ അന്നാ അർസൽന ശയാത്തീന അലൽ കാഫിരീന തഉസ്സുഹും അസ്സാ. 83-ാമത്തെ ആയത്ത്. 84-ൽ അല്ലാഹു പറയുന്നു, ലാ തതഅജ്ജൽ ഫലാ തഅജ്ജൽ അലൈഹിം ഇന്നമാ നഅദ്ദുഹും അദ്ദാ. 84-ാമത്തെ ആയത്ത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നുണ്ട് ഇവരെ നശിപ്പിക്കണമെന്ന്. എന്നാൽ നബിയോട് അല്ലാഹു പറയാണ്, ലാ തഅജ്ജൽ ഫലാ തഅജ്ജൽ, ആയതുകൊണ്ട് നിങ്ങൾ ധൃതി കൂട്ടണ്ട, അലൈഹിം അവരുടെ മേൽ, ഇന്നമാ നഅദ്ദുഹും അവരെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ധൃതി കൂട്ടണ്ട, ഇന്നമാ നഅദ്ദുഹും തീർച്ചയായും ലഹും അവർക്കായിട്ട് നാം എണ്ണുന്നു, അദ്ദൻ എണ്ണിക്കണക്കാക്കുകയാണ്. അവരുടെ നാളുകൾ നമ്മൾ എണ്ണിക്കണക്കാക്കുക. അവരുടെ സമയം എത്താറായി, അവരുടെ കാര്യങ്ങൾ അവസാനിക്കേണ്ട ഘട്ടം എത്താറായി, നമ്മൾ എണ്ണിക്കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് അവരുടെ നശീകരണം അടുത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നബി തിരക്ക് കൂട്ടരുത് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഫലാ തഅജ്ജൽ അലൈഹിം ഇന്നമാ നഅദ്ദുഹും അദ്ദാ. ഈ പിന്നെ ഇവര് ഖുർആനെ നിഷേധിക്കുന്നു, പുനർജന്മത്തെ നിഷേധിക്കുന്നു, അള്ളാഹുവിനെ തള്ളിപ്പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അസ്നാമിനെ അവർ ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരാശ തോന്നി അവരെ നശിപ്പിക്കാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുക. അപ്പോൾ അള്ളാഹു പറയാണ്, തിരക്ക് കൂട്ടണ്ട, അവരുടെ സമയം അടുത്തിരിക്കുന്നു, നമ്മൾ എണ്ണിക്കണക്കാക്കുകയാണ് അവരുടെ നാളുകൾ. ആയതുകൊണ്ട് അടുത്ത് തന്നെ അവർ അദാബുൻ ശദീദ്, ശക്തിയായ ശിക്ഷയും അനുഭവിക്കേണ്ട ഘട്ടം വരുന്നതാണ് എന്ന് അല്ലാഹു തആല നബിയെ ഓർമ്മിപ്പിക്കുകയാണ്. ലഹും ഇല്ലാ അയ്യാമും വഅൻഫാസ്, കുറച്ച് ദിവസങ്ങൾ, കുറച്ച് ശ്വാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതുവരെ നബി ക്ഷമിക്കണം, തിരക്ക് കൂട്ടണ്ട. നഅദ്ദു അലൈഹിം അദ്ദൻ സുമ്മ യസീറൂന,
ഇലാദാബിൻ ഷദീദ്, അങ്ങനെ അവര് ശക്തിയായ ശിക്ഷയെ അഭിമുഖീകരിക്കുവാൻ അടുത്തിരിക്കുകയാണ് എന്നാണ് റസൂലിനോട് പറയുന്നത്. ഇന്നമാ നഅുദ്ദുഹും, തീർച്ചയായും അവരുടെ നാളുകൾ നാം എണ്ണി കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ലാ തതഅജ്ജൽ യാ മുഹമ്മദ്, പ്രവാചകരെ നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, ഫീ തലബി ഹലാക്കിഹിം, അവരുടെ നശീകരണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ തിരക്ക് കൂട്ടണ്ട എന്ന്. കാരണം എന്താ? അവരുടെ ഏതാനും ശ്വാസങ്ങളും ദിവസങ്ങളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവര് അടുത്ത് തന്നെ നശിക്കും. ആ നശിപ്പിന് ശേഷമായിട്ട് അവർക്ക് ശക്തിയായ ശിക്ഷ അവർ അഭിമുഖീകരിക്കുകയും ചെയ്യും. ഇത് 84-ാമത്തെ ആയത്തിൽ പറഞ്ഞു. 83-ാമത്തെ ആയത്തിൽ യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ, 85-ാമത്തെ ആയത്ത് യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ. യൗമ നഹ്ശുറുൽ മുത്തഖീന, മുത്തഖീങ്ങളായ ആളുകളെ നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, ഇലർ റഹ്മാനി, റഹ്മാനായ കാരുണികനായ അള്ളാഹുവിലേക്ക് നാം ഒരുമിച്ച് കൂട്ടും. വഫുദായിക്കൊണ്ട്, വഫുദ് എന്ന് പറഞ്ഞാല് വിശിഷ്ടാതികളായിട്ട്. ഈ ഡെലിഗേഷൻ, ഒരു നാട്ടിന്റെ അതിഥികളായിട്ട് മറ്റൊരു നാട്ടിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്ന ആളുകളാണ് വഫുദ് എന്ന് പറയാം. അപ്പൊ അത് വിശിഷ്ടതികളായിട്ടാണ്, അതിഥികളായിട്ടാണ് അവരെ എണ്ണപ്പെടുക. ആ രാഷ്ട്രം അത്യധികം അവരെ ബഹുമാനിക്കും. ഏത് രാഷ്ട്രത്തിലേക്കാണോ അയക്കുന്നതെങ്കിൽ ആ രാഷ്ട്രം ഈ വരുന്നവരെ, അതിഥികളായിട്ട് വരുന്നവരെ വല്ലാതെ ബഹുമാനിക്കും. ആ പ്രോട്ടോകോൾ അനുസരിച്ച് വലിയ ഉന്നതമായ ഒരു സ്വീകരണമാണ് അവർക്ക് നൽകുക. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ മുത്തഖീങ്ങളെ അള്ളാഹു സ്വീകരിക്കുന്നത് ഒരു വഫദ് എന്ന നിലയിൽ. വഫദ് എന്ന് പറഞ്ഞാൽ ഡെലിഗേഷൻ, വിശിഷ്ടാദികൾ. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ, യൗമ നഹ്ശുറുൽ മുത്തഖീന, മുത്തഖീങ്ങളെ നാം ഒരുമിച്ച് കൂട്ടും, ഇലർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിലേക്ക്, വഫദാ, ഒരു വിശിഷ്ടാദികളായിട്ട്, അതിഥികളായിട്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ ബഹുമാനപ്പെട്ടവരും ഇസ്സത്തുള്ളവരുമായ നിലയിലാണ് ഈ വഫദ്, ഈ മുത്തഖീങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുക. അപ്പോൾ വിശിഷ്ട അതിഥികളായി, അള്ളാഹിന്റെ അതിഥികളായിരിക്കും. രാജാക്കന്മാരുടെ അടുത്ത് മറ്റൊരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലെ രാജാക്കന്മാരെ അല്ലെങ്കിൽ രാഷ്ട്രത്തിലേക്ക് വരുന്ന ഡെലിഗേഷൻ, അവര് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി വരുന്നവരാവും. അപ്പൊ അവരെ വളരെയധികം ഉന്നതമായ സ്വീകരണമായിരിക്കും അവർക്ക് നൽകുക. അതുപോലെയുള്ള അതിനോട് സാമ്യപ്പെടുത്തിയിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഇവിടെ യൗമ നഹ്ശുറുൽ മുത്തഖീന, മുത്തഖീങ്ങള് ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, മിലർ റഹ്മാന്, റഹ്മാനായ അള്ളാഹുവിലേക്ക്, വഫദ, വിശിഷ്ടാദികളെ, അതിഥികളായിട്ട്. 85-ാമത്തെ ആയത്താണ്. ആയത്ത് 86-ൽ അല്ലാഹു പറയുന്നു, വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. മുത്തഖീങ്ങൾ എങ്ങനെയാണ്? മുത്തഖീങ്ങൾ ആരാണെന്നൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ച, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പറ്റെ ഒഴിവായി ആളുകൾ, അവരാണ് മുത്തഖീങ്ങൾ. അള്ളാഹുവിനെ ഒരു നിലക്കും ധിക്കരിക്കാതെ ജീവിച്ച ആളുകൾ. എന്നാൽ അവരെ സംബന്ധിച്ച് വഫദ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. വിശിഷ്ടാതിഥികളാ, അള്ളാഹുവിന്റെ അടുക്കൽ വിശിഷ്ട അതിഥികളായിട്ടാണ് അവർ വരുന്നത്. എന്നാൽ മുജ്രിമീങ്ങളുടെ ഹാൽ എന്താ? വനസൂഖുൽ മുജ്രിമീന, മുജ്രിമീങ്ങളെ, കുറ്റവാളികളെ നാം തെളിച്ചു കൊണ്ടുപോകും, ഇലാ ജഹന്നമ, ജഹന്നമിലേക്ക്, വെറുത, അവർ തന്നെ ദാഹിച്ചവരായത്. വെള്ളത്തിന് ദാഹിച്ചുകൊണ്ട് വരുന്ന ഒട്ടകക്കൂട്ടങ്ങളെ അവരെ തെളിച്ചു കൊണ്ടുപോകുന്ന പോലെ, മൃഗങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് ഇവരെ
കൊണ്ടുപോകാം മുജ്രിമീങ്ങളെ. എവിടേക്കാ കൊണ്ടുപോകണത്? ജഹന്നമിലേക്ക്. നസൂഖുൽ മുജ്രിമീന, കുറ്റവാളികളെ നാം തെളിച്ചു കൊണ്ടുപോകും. നസൂഖു എന്ന് പറഞ്ഞാൽ നമ്മൾ തെളിച്ചു കൊണ്ടുപോകാൻ, മുജ്രിമീന കുറ്റവാളികളെ, ഇലാ ജഹന്നമ, ജഹന്നമാവുന്ന നരകത്തിലേക്ക്. വെറുതെ അവർ തന്നെ ദാഹിച്ചവരായിട്ട്, അവര് ഒട്ടകങ്ങളെ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോലെ ഇവരെ കൊണ്ടുപോവുക എന്നുള്ള ഒരു സാമ്യപ്പെടുത്തി പറയുകയാണ്. നസൂഖുൽ മുജ്രിമീന കമാ തുസാഖുൽ ബഹായിമു, മൃഗങ്ങളെ തൊളിച്ചു കൊണ്ടുപോകുന്നത് പോലെ, ദാഹിച്ചു അലഞ്ഞ ഒട്ടകങ്ങളെ അല്ലെങ്കിൽ മൃഗങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന പോലെ ആണ് ഇവരെ തെളിച്ചു കൊണ്ടുപോവുക ജഹന്നമിലേക്ക്. 87-ാമത്തെ ആയത്ത്, ലാ യംലികൂന ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദാ. ലാ യംലികൂന, അവർ അധീനപ്പെടുത്തുകയില്ല, ശഫാഅത്ത, ശുപാർശയെ. ഒരാൾക്കും ശുപാർശ ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടാവില്ല അവിടെ. ഇല്ലാമൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദ, അള്ളാഹുമായിട്ട് കരാറുണ്ടാക്കിയവരൊഴികെ. അള്ളാഹുമായിട്ട് കരാറുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാന്യന്മാരായ ആളുകൾ, സാലിഹ്യങ്ങളും നടത്തും. സാലിഹ്യങ്ങളും സജ്ജനങ്ങളും അവർക്ക് മാത്രമാണ് ശഫാഅത്തിനുള്ള അധികാരം ഉണ്ടാവുക, അല്ലാത്തവർക്കൊന്നും ഉണ്ടാവില്ല. അവർ ശഫാഅത്ത് ചെയ്യില്ല, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യപ്പെടുകയില്ല എന്നാണ് ഇവിടെ പറയപ്പെട്ടത്. ലാ യംലികൂന, അവർ അധീനപ്പെടുത്തുകയില്ല ശഫാഅത്ത്, ശഫാഅത്തിന്. അവർ ശഫാഅത്ത് ചെയ്യില്ല, അവർക്ക് ശഫാഅത്ത് ചെയ്യപ്പെടുകയുമില്ല. ഇല്ല മൻ, ചിലരല്ലാതെ, ഇത്തഖദ, അവൻ ആക്കിയിട്ടുണ്ട്, അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താ റഹ്മാനി, റഹ്മാനായ അള്ളാഹുവിൻ്റെ അടുക്കൽ അഹദ, ഒരു കരാറുണ്ടാക്കി, അള്ളാഹുമായിട്ട് കരാറുണ്ടാക്കിയവരല്ലാതെ. ലാകിൻ മൻ തഹല്ല ബിൽ ഈമാനി വൽ അമലി സ്വാലിഹി, ഈമാനും സൽക്കർമ്മവും ഉള്ള ആളുകൾ ഫഇന്നഹു യംലികു ശഫാഅത്ത, ശഫാഅത്തിനെ അവർ അധീനപ്പെടുത്തും. അപ്പൊ സാലിഹ്യങ്ങളായ ആളുകൾ ശഫാഅത്തിനെ അധീനപ്പെടുത്തും. ആ ശഫാഅത്തനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടക്കും. ഈ അഹദ് എന്ന് പറഞ്ഞത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമായ കലിമയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞിട്ടുണ്ട്. വലിയ മുഫസ്സിറാണല്ലോ. അപ്പൊ അള്ളാഹുമായിട്ട് കരാറുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവര് ഈ ഷഹാദത്ത് കലിമയിൽ ഉറച്ചു വിശ്വസിക്കുകയും അത് പറയുകയും ഉരുവിടുകയും ചെയ്തവരാവും. അപ്പോൾ അവർ മുസ്ലിമായ, മൂമിനായ, ഈമാനുള്ള, സൽക്കർമ്മങ്ങളുമുള്ള ആളുകൾ, അവരാണ് അള്ളാഹുമായിട്ട് ആഹദുണ്ടാക്കിയ ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ 87-ാമത്തെ ആയത്ത് വരെയാണ് ഇന്ന് നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് 88 അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കരുത്. പിന്നെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോൾ 80-90 വീഡിയോകളായി. ഇത് മുഴുവനും നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.